ലാലേട്ട നമസ്കാരമുണ്ട്. എന്തായാലും ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം അത് ലഭിച്ചതിന് വളരെ നമ്മുടെ മലയാളികളുടെ തന്നെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന് ആദ്യം തന്നെ അഭിനന്ദനങ്ങളാണ് അറിയിക്കുന്നത്. എനിക്കൊരു അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2018 ബറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോൾ ലാലേട്ടനെ കാണാണ്ടായി. ലാലേട്ടൻ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് ലാലേട്ടനാണ് എന്ന്. കാരണം വെച്ചാൽ ആ കോസ്റ്റ്യൂമും ആ ഒരു മുട്ടയ്ക്ക് അടിച്ചിട്ടുള്ള ഒരു രൂപത്തിലാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ എന്നെ ബോഡി ഗാർഡ്സ് എല്ലാം തടഞ്ഞിരുന്നെങ്കിലും ലാലേട്ടൻ എന്താ മോനെ എന്നൊരു ചോദ്യത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ സിനിമ ഇറങ്ങിയപ്പോൾ എന്റെ രംഗം വന്നില്ലെങ്കിലും ലാലേട്ടനെ കാണാൻ പറ്റിയതാണ് എൻ്റെ ഒരു വലിയ അഹങ്കാരമായിട്ട് എനിക്ക് ഓർമ്മയിലുള്ളത്. അപ്പൊ ലാലേട്ട, കൺഗ്രാറ്റുലേഷൻസ്. ഇത് മലയാളികളുടെയും നമ്മുടെ ഇന്ത്യക്കാരുടെയും അഭിമാനമാണ്. ലാലേട്ടൻ 300+ പടങ്ങളും ചെയ്തു. 47 വർഷത്തോളമായി നമ്മളെ ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ നിലനിൽക്കുന്ന മണിമുത്തിനെ 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.